നമസ്കാരം. ബറാത്ത് രാവ് കഴിഞ്ഞു വരുന്ന ആ അനുഗ്രഹീതമായ പ്രഭാതമുണ്ടല്ലോ, അന്ന് നമ്മൾ ചൊല്ലേണ്ട കുറച്ച് പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ഒരു വർഷത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്ന ഈയൊരു വിലപ്പെട്ട സമയത്തെ നമുക്കെങ്ങനെ ഏറ്റവും നന്നായി ഉപയോഗിക്കാമെന്ന് നോക്കാം. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ. ബറാത്ത് രാവിലത്തെ പ്രധാനപ്പെട്ട ദിക്റുകളും ദ്വാകളും ഇതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് എടുത്ത് പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു അനുഗ്രഹീതമായ പ്രഭാതത്തിൽ നമ്മൾ ചൊല്ലേണ്ട പ്രത്യേക പ്രാർത്ഥനകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ചിലപ്പോൾ അറിയാമായിരിക്കാം, ചിലർക്ക് സംശയങ്ങളുണ്ടാകും. എന്തായാലും നമുക്കവയെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാം. നമ്മുടെ ഈ ദിവസത്തെ കർമ്മങ്ങൾ തുടങ്ങുന്നത് തന്നെ വിശുദ്ധ ഖുർആനിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്ത് യാസീൻ ഓതിക്കൊണ്ടാണ്. വെറുതെ ഒരു തവണയല്ല, 3 തവണ. ഓരോ തവണ ഓതുമ്പോഴും ഓരോ പ്രത്യേക ഉദ്ദേശമുണ്ട്. അപ്പോൾ എന്താണ് ഈ 3 ലക്ഷ്യങ്ങൾ? ആദ്യത്തെ യാസീൻ നമ്മൾ ഓതുന്നത് ദീർഘായുസ്സിനും നല്ല ആരോഗ്യത്തിനും വേണ്ടിയാണ്. രണ്ടാമത്തേത് നമ്മുടെ ഭക്ഷണത്തിലും കാര്യങ്ങളിലുമൊക്കെ ഒരു ഐശ്വര്യം വരാനും ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ നേടാനും. പിന്നെ മൂന്നാമത്തെ യാസീൻ നമുക്കെല്ലാവർക്കും ഈമാനോടെ നല്ലൊരു മരണം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഓതുന്നത്. യാസീൻ ഓതിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൊല്ലേണ്ട കുറച്ച് പ്രധാനപ്പെട്ട ദിക്റുകളുണ്ട്. ഓരോന്നും ശരിക്കും പറഞ്ഞാൽ വളരെ അർത്ഥവത്തായതും പവർഫുള്ളുമാണ്. അതിൽ ആദ്യത്തേതാണിത്, യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക അസ്തഈസ്. ശരിക്കും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നമ്മൾ അഭയം തേടുന്ന, ഹൃദയത്തിൽ തട്ടുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥന നമ്മൾ 100 തവണയാണ് ചൊല്ലേണ്ടത്. ഈ ഒരു എണ്ണത്തിന് അതിൻ്റേതായൊരു പ്രാധാന്യമുണ്ട് കേട്ടോ. അപ്പോൾ എന്താണിതിൻ്റെ അർത്ഥം? എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, സർവ്വത്തെയും പരിപാലിക്കുന്നവനെ, നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു. എത്ര മനോഹരമായൊരു തേട്ടമാണല്ലേ. അടുത്തത് നമ്മൾ പാപമോചനത്തിനു വേണ്ടി തേടുന്ന ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ ആ ഒരു സഹനത്തെയും വിട്ടുവീഴ്ചയെയുമാണ് നമ്മൾ ഇതിലൂടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. ഈ ദിക്റ് 70 തവണയാണ് നമ്മൾ ആവർത്തിക്കേണ്ടത്. ഇതിന്റെ ഒരു ആശയം ഇങ്ങനെയാണ്: അള്ളാഹുവേ, നീ ഒരുപാട് സഹിക്കുന്നവനാണല്ലോ, നിന്റെ ശിക്ഷ താങ്ങാനുള്ള ശക്തിയൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് നിന്റെ ആ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് മാപ്പ് തരണേ. നമ്മൾ അള്ളാഹുവിനോട് എത്ര വിനയത്തോടെയാണ് ചോദിക്കുന്നതെന്ന് നോക്കൂ. ഇനി മൂന്നാമത്തെ ദിക്ർ. ഇത് അള്ളാഹുവിൽ നമ്മൾ പൂർണ്ണമായി ഭരമേൽപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒന്നാണ്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. ഇതും നമ്മൾ 100 തവണയാണ് ചൊല്ലേണ്ടത്. അള്ളാഹുവിലുള്ള നമ്മുടെ ആ ഉറച്ച വിശ്വാസം വീണ്ടും വീണ്ടും നമ്മൾ ഉറപ്പിക്കുകയാണ് ഇതിലൂടെ. ഈ പ്രാർത്ഥനയുടെ ഒരു കാതൽ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അല്ലാഹു മതി, അവൻ എത്ര നല്ലൊരു കാര്യകർത്താവാണ്, എത്ര നല്ലൊരു സഹായിയാണ്. ഇത് പൂർണ്ണമായ ഒരു സമർപ്പണമാണ്. ഓക്കെ, അപ്പോൾ ദിക്റുകളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പ്രാർത്ഥനകളുടെ അവസാന ഭാഗത്തേക്ക് കടക്കാം. അതായത് നമ്മുടെ പ്രിയപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. അവസാനമായിട്ട് നമ്മൾ കുറഞ്ഞത് 100 തവണയെങ്കിലും സ്വലാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വലാത്ത് ചൊല്ലണം. ഇതാണ് ആ സ്വലാത്ത്. വളരെ മനോഹരമായ വരികളാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ശരി, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓർത്തു നോക്കിയാലോ? അപ്പോൾ ഓർത്തുവെക്കുക, 3 യാസീൻ, ഓരോന്നിനും ഓരോ നിയ്യത്ത് വെച്ച്, പിന്നെ 100 തവണ വീതം ചൊല്ലേണ്ട 2 ദിക്റുകൾ. ഒന്ന് സഹായം തേടാനും മറ്റേത് പൂർണ്ണമായി ഭരമേൽപ്പിക്കാനും. 70 തവണ പാപമോചനത്തിനുള്ള ദുആ. അവസാനം 100 സ്വലാത്തുകൾ. ഇതാണ് ബറാത്ത് രാവിലത്തെ പ്രധാന കർമ്മങ്ങൾ. അപ്പോൾ ഈ ഒരു വിശദീകരണം ഇവിടെ തീരുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം, ഈ പ്രാർത്ഥനകളും ദിക്റുകളും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈമാനിൽ എങ്ങനെയുള്ളൊരു മാറ്റമായിരിക്കും കൊണ്ടുവരിക? ചിന്തിക്കാം. അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം.